വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ കണ്ണൻ്റെ കണ്ണ് മുറ്റത്തേക്കാണ് കേട്ടോ. അവിടെ ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും, കല്യാണിയോ അപ്പുറത്തെ പിള്ളേരുകളോ ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവൻ ഫ്രണ്ടിൽ വന്നിരിക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. ആ സമയത്ത് ഇങ്ങനെ ആളുകളെയൊക്കെ കാണാമല്ലോ. ഞാനും പുറത്തേക്ക് ഇറങ്ങുന്നൊരു സമയമാണ് കേട്ടോ അത്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പുറം പണിക്ക് വൈകിട്ടാണല്ലോ നമ്മൾ ഇറങ്ങാറുള്ളത്. എനിക്ക് രാവിലെ അങ്ങനെ പുറം പണിക്കൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈകിട്ടാണ് പുറത്ത് എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാറുള്ളത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കയറിയിട്ടാണ് കേട്ടോ എൻ്റെയും കണ്ണൻ്റെയും മേല് കഴുകൽ, വിളക്ക് വയ്ക്കാനായിട്ടുള്ളത്. കല്യാണി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മേലൊക്കെ കഴുകും കേട്ടോ. അല്ലാതെ ഞാൻ കണ്ണൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിക്കാറില്ല. അവളിങ്ങനെ കുറേ പിള്ളേരുകളൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ അവൾ വന്ന വശം അവളെ മേല് കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാനും കണ്ണനുമാണ് കുളിക്കാനായിട്ടുണ്ടാവുക. അപ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുളിക്കുക എന്ന് പറയുന്നത്. അവനൊട്ടും മടിയില്ലാത്തൊരു കാര്യമാണ്. അവൻ ആ ഒരു സമയത്ത് അവന് കുളിക്കണം. രാവിലെ ആണെങ്കിൽ ഇപ്പോൾ മുടക്കുള്ള ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആവും ഞാൻ കുളിപ്പിക്കാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ 8:30 ആകുമ്പോഴേക്കും എല്ലാവരുടെയും കുളി കഴിഞ്ഞ് കല്യാണിനെ കൊണ്ടുവന്നാക്കാനൊക്കെ പോകുമല്ലോ. അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ ആൾക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ അതുപോലെ തന്നെയാണ് കുറിയൊക്കെ തൊട്ട് സുന്ദരനായിട്ട് കിടക്കാന്നുള്ളത്. കല്യാണി കണ്ടില്ലേ വിപരീതമാണ്. ഞാൻ ഭസ്മം തൊട്ട് കൊടുത്തപ്പോഴേക്കും ആളത് തുടച്ച് കളഞ്ഞു കേട്ടോ. അത് മിക്ക ദിവസവും അങ്ങനെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ചന്ദനമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അമ്മ വലിയ കുറി തൊട്ടു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അതൊക്കെ മാച്ചൊക്കെ കളയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവൾ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നൊക്കെയാണ് വിചാരിക്കാറുള്ളത്. അങ്ങനെ പിന്നെ നാമം ചൊല്ലാനായിട്ട് ഇരിക്കുമ്പോഴേ ഇപ്പം എന്താണെന്നറിയില്ല, കല്യാണിക്കുട്ടി മന്ദിരന്ന് ഇടയ്ക്കൊക്കെ നാമം ചൊല്ലാനൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നമ്മൾ എന്തൊരു കാര്യം നിർബന്ധിച്ച് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ കല്യാണിനെ ഞാൻ വീഡിയോയിൽ അധികം കാണിക്കാറില്ല. അത് അവൾക്ക് ഇഷ്ടമല്ല, അത്രയും വീഡിയോയിൽ നിൽക്കുന്നതും കാര്യങ്ങളൊന്നും അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ അത് നിർബന്ധിച്ച് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അവൾക്ക് നിൽക്കാൻ ഇഷ്ടമുള്ളപ്പോൾ അവൾ വന്ന് നിൽക്കട്ടെ. അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ നാമം ചൊല്ലേണ്ട കാര്യമൊക്കെ ആണെങ്കിലും ഞാൻ ഒരുപാട് നിർബന്ധിക്കാറില്ല. കല്യാണി നാമം ചൊല്ലണം, നാമം ചൊല്ലിയേ പറ്റൂ അങ്ങനെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിക്കാറില്ല. അവൾക്ക് തോന്നിയിട്ട് അവൾ നാമം ചൊല്ലുമ്പോഴല്ലേ അത് ആത്മാർത്ഥമായിട്ട് വരുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ നാമം ചൊല്ലാൻ കടഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ ആളും ഓടി വന്നിരുന്ന് നാമം ചൊല്ലാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ ഒരുപാട് ഒച്ചയെടുക്കാതെ അല്ലെങ്കിൽ ഞാൻ പറയാതെ അവളത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ.